പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിലെ അമേരിക്കയുടെ ആക്രമണം. ഇറാന്റെ ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ട ശേഷം നടക്കുന്ന ആദ്യ ആക്രമണമാണ് ഇത് എന്നാണ് അറിയുന്നത്. അതിവേഗം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ തെക്കൻ ലെബനോനിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച കരാറിന്റെ ചട്ടക്കൂടിൽ ലെബനോനും ഇസ്രയേലും വാഷിംഗ്ടണിൽ ഒപ്പുവെച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരി നൽകും വിവരങ്ങൾ. മധു, ഗുഡ് മോർണിംഗ്. നമ്മളൊരു സമാധാനത്തിലേക്ക് പോകുന്നു. ലോകത്തെ ആകമാനം ഈ വ്യാപാര ബന്ധങ്ങളടക്കം എണ്ണവില കുറയുന്നു. അങ്ങനെ ബാക്ക് ടു നോർമൽ എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ആക്രമണം ഇന്നലെ തുടങ്ങി വെക്കുന്നത്. അമേരിക്കയും തിരിച്ചടിക്കുന്നു. അതിന് മറുപടി ഉണ്ടാകും ഇറാൻ എന്ന് വരുമ്പോൾ വീണ്ടും സംഘർഷത്തിലേക്ക് പോവുകയാണോ സാഹചര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. തീർച്ചയായിട്ടും നിരാശ നൽകുന്ന പ്രതികരണമാണ് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ആണ് ഈ ഡ്രോൺ ആക്രമണം തുടങ്ങി വെച്ചത്. അതിന്റെ തിരിച്ചടിയായിട്ടാണ് വെള്ളിയാഴ്ച അമേരിക്കൻ സൈന്യം ഇറാനിൽ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ വെടിനിർത്തൽ നിലവിൽ വന്നത്. അത് ലംഘിച്ചുവെന്ന് ഇതിനെ തുടർന്ന് രണ്ട് രാജ്യങ്ങളും പരസ്പരം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനിലെ മിസൈൽ അതുപോലെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും അവരുടെ തീരദേശ റഡാർ സ്റ്റേഷനുകളിലുമാണ് അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തിയത്. ഇത് സംബന്ധിച്ച് അവരുടെ US സെൻട്രൽ കോമിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. സൈനിക നടപടി പൂർത്തിയായതായിട്ടാണ് സെൻട്രൽ കോം പറയുന്നത്. അതുപോലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയത് ഒരു പ്രകോപനമില്ലാത്ത ഒരു ആക്രമണമാണ്. ഇത് വെടിനിർത്തലിന്റെ ലംഘനമാണെന്നും US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ഈ ആക്രമണം അതിന് ശക്തമായ മറുപടി നൽകിയതും ആയിട്ടും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തെക്കൻ ഇറാനിലെ സിറിക് തുറമുഖത്തിന് സമീപം ആണ് അമേരിക്ക ആക്രമണം നടത്തിയതും അതിനുള്ള മറുപടി ഉടൻ തന്നെ നൽകുന്നതായിരിക്കുമെന്നാണ് IRGC പറയുന്നത്. ചരക്ക് കപ്പലിന് നേരെ ഈ ആക്രമണം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചയുണ്ടായ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ്, അമേരിക്കയുമായിട്ട് സഹകരിക്കരുതെന്ന്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലും ഇറാനും ഒക്കെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിന് ഇസ്രയേലും ലെബനാനും അതേസമയം അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് ലെബനനിലെ പല മേഖലകളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമുള്ളത്, നേരത്തെ തന്നെ ഈ ധാരണാപത്രം വരുമ്പോൾ തന്നെ ദുർബലമായ ഒരു കരാർ എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പല വ്യവസ്ഥകളിലും ഇരു രാജ്യങ്ങൾക്കും ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത പല വ്യവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ഇറാൻ അംഗീകരിക്കാത്ത നിരവധി വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിലത്തെ കാര്യമെടുത്താൽ ഈ നഷ്ടപരിഹാര തുക എങ്ങനെ വിനിയോഗിക്കണം ഇറാൻ എന്ന കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും ഇറാന് സ്വീകാര്യവുമല്ല. അപ്പോൾ ഇങ്ങനെ ആക്രമണങ്ങൾ കൂടി വന്നാൽ ഹോർമൂസ് മേഖലയിൽ വീണ്ടും ഈ കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും അനിശ്ചിതത്വത്തിലായാൽ തുടർ സമാധാന ചർച്ചകളെയും അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, കാരണം ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ B-2 ബോംബർ വെച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ ചർച്ചകൾ പലതും പാതി വഴിക്ക് മുടങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഫെബ്രുവരി അവസാനം യുദ്ധത്തിലേക്ക് പോയത്. അതിന് ശേഷവും ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറെ പരിശ്രമിച്ചതാണ്. 14 ഒരു താൽക്കാലിക കരാറാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിന്റെ ആദ്യഘട്ട ചർച്ച വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയും രണ്ടാം ഘട്ട ചർച്ച ഈ ജൂൺ 30 ആരംഭിക്കാൻ ഇരിക്കുകയാണ്. അതും സാങ്കേതിക തലത്തിലാണ്. അതിലായിരിക്കും ആണവ വിഷയം ഉൾപ്പെടെയുള്ള അല്ലെ ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെയുള്ള വിഷയങ്ങളും. അതുപോലെ തന്നെ നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ $300 കോടി പുനരുദ്ധാരണ പദ്ധതിയും അതിന്റെ പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ആ പണം ആഹാരം വാങ്ങിക്കാൻ വേണ്ടിയും പട്ടിണി മാറ്റാൻ വേണ്ടിയും അത് അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു ആക്രമണം. അതുകൊണ്ട് തന്നെ നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് ഈ പ്രഭാവത്തിൽ വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഗോകുൽ, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. അമേരിക്കയെ ആക്രമിച്ചതിന് പ്രതിഫലമായി നൽകിയതാണ് ഈ ആക്രമണം എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഫലത്തിൽ സമാധാന ചർച്ചകളെല്ലാം പ്രതിസന്ധിയിലാക്കുന്നതും ഒപ്പം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തിയും ഭീതിയും പടർത്തുന്നതുമാണ് നിലവിലെ ആക്രമണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.